Hello my dear students, welcome to Teacher at Home. Today class we are going to learn the first chapter, that is 3 questions. A king has 3 questions and he is seeking answers to them. രാജാവിന് 3 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം തരികയാണ്. What are the questions? Does the king get what he wants? ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? രാജാവിന് ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം ലഭിക്കുന്നുണ്ടോ? 3 questions. The thought came to a certain king that he would never fail if he knew 3 things. അതായത് 3 കാര്യങ്ങൾ അറിഞ്ഞാൽ രാജാവ് ഒരിക്കലും തോൽക്കില്ല എന്നാണ് വിചാരം. The 3 things were, ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? What is the right thing? Time to begin something. അതായത് ഒരു കാര്യം തുടങ്ങാനുള്ള ശരിയായ സമയം എപ്പോഴാണ്? Which people should he listen to? ഏത് ആൾക്കാരോടാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത്? What is the most important thing for him to do? ഏത് കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? King therefore sent messengers throughout his kingdom, promising a large sum of money to anyone who would answer these 3 questions. അപ്പോൾ രാജാവ് തൻ്റെ അനുയായികളെ രാജകൊട്ടാരത്തിൻ്റെ നാനാഭാഗത്തേക്ക് അയച്ചു. എന്താണ് ഈ 3 ചോദ്യം? ഇതിൻ്റെ വുഡ് ആൻസർ ദീസ് 3 ക്വസ്റ്റ്യൻ. ആരാണാവോ ഈ ചോദ്യത്തിന് കറക്റ്റായ ഉത്തരം നൽകുക, അവർക്ക് നല്ലൊരു സമ്മാനം നൽകുന്നതായിരിക്കും. Many wise men came to the king, but they all answered his question differently. കുറേ ആൾക്കാർ ഈ ഉത്തരവുമായിട്ട് രാജകൊട്ടാരത്തിൽ വന്നു, പക്ഷെ അവരൊക്കെ വ്യത്യസ്തമായിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. In reply to the first question, some said the king must prepare a timetable. ആദ്യത്തെ ക്വസ്റ്റ്യന് ചിലവരെന്താ പറഞ്ഞ്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. And then follow it strictly. എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. Only in the way, they said, could he do everything in proper time. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ശരിയായ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. Others said that it was impossible to decide in advance. അപ്പോൾ ബാക്കിയുള്ളവരെന്താ പറഞ്ഞ്, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിസൈഡ്, മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ദ റൈറ്റ് ഫോഴ്സ് ആർ ഡൂയിങ് സംതിങ്, വേറെ ഒരു കാര്യം ചെയ്യാൻ മുൻകൂട്ടി പറയാൻ പറ്റില്ല. The king should notice all that was going on, avoid foolish pleasures. മീൻസ് പൊട്ട അഭിപ്രായങ്ങൾ തള്ളിക്കളയാം. And always do whatever seemed necessary at that time. എന്താണോ ആ സമയത്ത് അത്യാവശ്യമുള്ളത് അത് ചെയ്യുകയാണ് നല്ലത്. At others said, മറ്റുള്ളവരെന്താ പറഞ്ഞ, king needed a council of wise men who would help him act at a proper time. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ രാജാവിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ടൈമിന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റും. This was because one man could find it impossible to decide correctly. എന്താന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. Would not help from others the right thing for every action. മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ റൈറ്റ് ടൈമിൽ അയാൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. But then others said there were some things which could be urgent. അപ്പോൾ ചില കാര്യങ്ങളുണ്ടാവും ഏറ്റവും അർജന്റ് ഉള്ളത്, അതായിരിക്കും ആദ്യം ചെയ്യുക. These things could not wait for the decision of the council. ഈ കാര്യത്തിന് മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാൻ നിൽക്കാൻ പറ്റില്ല. In order to decide the right time for doing something, അതായത് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ് ടൈം നോക്കുകയാണ്. ഇറ്റ് ഈസ് നെസസറി ടു ലുക്ക് ഇൻ ടു ഫ്യൂച്ചർ, ഭാവിയിലേക്കും നോക്കണം. ആൻഡ് ഓൺലി magicians could do them. മാന്ത്രികർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. The king therefore could have to go to magicians. അപ്പം മാന്ത്രികരുടെ അടുത്ത് പോയാൽ മാത്രമേ രാജാവിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. In their answers to the second question, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? Some said that the people most necessary to the king were his counselors. രാജാവിന് ഏറ്റവും ആവശ്യമുള്ളത് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരാണ്. Others said the priest. ചിലവർ പറഞ്ഞത് സന്യാസിമാർ. A few others choose the doctors. ചിലരെന്താ പറഞ്ഞ, ഡോക്ടേഴ്സ്മാരാണ് ഏറ്റവും അത്യാവശ്യം. And yet others said the soldiers were most necessary. അപ്പം മന്ത്രിയും സന്യാസിമാർ, ഡോക്ടേഴ്സ്, പിന്നെന്താണ് പട്ടാളക്കാർ. To the third question, some said science. ചിലവരെന്താ പറഞ്ഞ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സയൻസ് ആയിരിക്കും. ചിലരോ ഫൈറ്റിംഗ്. അതേഴ്സ് റിലീജിയസ് വർഷിപ്പ്, പ്രാർത്ഥന, യുദ്ധം, സയൻസ്, ശാസ്ത്രം. ആസ് ദ ആൻസേഴ്സ് ടു ദിസ് ക്വസ്റ്റ്യൻ വർ സോ ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്കുള്ള ഉത്തരങ്ങളൊക്കെ പലതരത്തിലായതുകൊണ്ട് കിങ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. രാജാവിന് തീരെ തൃപ്തിയായില്ല. ആൻഡ് ഗേവ് നോ റിവാർഡ്. ആർക്കും സമ്മാനം കൊടുത്തില്ല. ഇൻസ്റ്റഡ് he decided to seek the advice of a certain hermit. അപ്പോൾ അദ്ദേഹം വേറൊരാളുടെ അഭിപ്രായം തരയാൻ വേണ്ടി പോയി. അതായത് പേഴ്സൺ ഹു ലീവ്സ് അലോൺ ആൻഡ് ലീഡ്സ് എ സിമ്പിൾ ലൈഫ്, സൗമ്യമായ ജീവിതം നയിക്കുന്ന ഒരാളുടെ തീരുമാനം എടുക്കാൻ പോയി. വാസ് വൈഡ്ലി നോൺ ഫോർ ഹിസ് വിഡ്ഡം. അയാൾ
ഇതിനൊക്കെ അഭിപ്രായം പറയണതിൽ നല്ല ഫേമസ് ആണ്, അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഹെർമിറ്റ് lived in a wood. ഹെർമിറ്റ് എവിടെയാണ് ജീവിച്ചിരുന്നത്? മരത്തെ, സ്മോൾ ഫോറസ്റ്റ്, വുഡ് മീൻസ് ഫോറസ്റ്റ്, വിച്ച് ഹി നെവർ ലെഫ്റ്റ്. അതിൽ നിന്നും ഒരിക്കലും അയാൾ പുറത്തു വന്നിരുന്നില്ല. ഹി സോ നോ വൺ ബട്ട് സിമ്പിൾ പീപ്പിൾ. അദ്ദേഹം സാധാരണ ആൾക്കാരെയാ കണ്ടിരുന്നത്. ആൻഡ് സോ ദ കിങ് പുട്ട് ആൻ ഓർഡിനറി ഡ്രസ്സ്. സാധാ ഡ്രസ്സ് രാജാവ് ധരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ബിഫോർ ഹി റീച്ച് ദ ഹെർമിറ്റ്സ് ഹട്ട് ദ കിങ് ലെഫ്റ്റ് ഹിസ് ഹോഴ്സ് വിത്ത് ഹിസ് ബോഡി ഗാർഡ് ആൻഡ് വെന്റ് ഓൺ അലോൺ. അപ്പോൾ ആ മനുഷ്യന്റെ വീടെത്തുമ്പോഴേക്കും രാജാവ് എന്ത് ചെയ്തു? കുതിരേനെ ബോഡി ഗാർഡ് പടയാളിയുടെ അടുത്ത് വിട്ടിട്ട് ഒറ്റയ്ക്കാണ് അങ്ങടേക്ക് പോയത്. ആസ് ദ കിങ് കെയിം നിയർ ദ ഹെർമിറ്റ്സ് ഹട്ട് ഹി സോ ദ ഹെർമിറ്റ് ഡിഗിങ് ദ ഗ്രൗണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹട്ട്. അപ്പോൾ രാജാവ് അവിടെ എത്തിയപ്പോൾ എന്താ കാണുന്നത്? As the king came near the hermit's hut, he saw the hermit digging the ground in front of his hut. അപ്പോൾ രാജാവ് ആ സന്യാസിയുടെ വീട്ടിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്താ കാണുന്നത്? അദ്ദേഹം കുഴിക്കുകയാണ് അല്ലേ, വീടിൻ്റെ മുമ്പിലിരുന്ന് കുഴിക്കുകയാണ്. ഹി ഗ്രീറ്റഡ് ദ കിങ് ആൻഡ് കണ്ടിന്യൂഡ്. രാജാവിനെ വണങ്ങിയിട്ട് ഡിഗ് ചെയ്യാൻ തുടങ്ങി. ദ ഹെർമിറ്റ് വാസ് ഓൾഡ് ആൻഡ് വീക്ക്. ആ മനുഷ്യൻ ഭയങ്കര ക്ഷീണിതനായിരുന്നു, വയസ്സുമായിരുന്നു. ആസ് ഹി വർക്ക്ഡ് ഹി ബ്രീത്ത്ഡ് ഹെവിലി. പണി ചെയ്യുമ്പോൾ നല്ലോണം ശ്വാസം വലിച്ചിരുന്നു. കിങ് വെന്റ് അപ്പ് ടു ദ ഹെർമിറ്റ് ആൻഡ് സെഡ്. രാജാവ് അയാളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഐ ഹാവ് കം ടു യു വൈസ് ഹെർമിറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. ടു ആസ്ക് യു ടു ആൻസർ 3 questions. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ചു വന്നതാണ്. ഹൗ കാൻ ഐ ലേൺ ടു ഡു ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം. ശരിയായ സമയത്ത് എങ്ങനെയാണ് കറക്റ്റായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുക? ഹു ആർ ദ പീപ്പിൾ ഐ നീഡ് മോസ്റ്റ്. ആരൊക്കെയാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യം? വാട്ട് അഫയേഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? ഹെർമിറ്റ് ലിസൺ ടു ദ കിങ് ബട്ട് ഡിഡ് നോട്ട് സ്പീക്ക്. അയാൾ രാജാവ് പറയണത് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. ഹി വെന്റ് ഓൺ ഡിഗിങ്. അയാൾ കുഴിച്ചുകൊണ്ടിരുന്നു. യു ആർ ടയേർഡ് സെഡ് ദ കിങ്. നിങ്ങൾ ക്ഷീണിതനാണല്ലോ. ലെറ്റ് മീ ടേക്ക് ദ സ്പെയ്ഡ് ആൻഡ് വർക്ക് ഇൻ യുവർ പ്ലേസ്. കലപ്പ തന്നോളൂ, ഞാൻ പണിയാം. താങ്ക്സ് സെഡ് ദ ഹെർമിറ്റ്. നന്ദി. ഗിവിംഗ് ദ കിങ് ഹിസ് സ്പെയ്ഡ്. Then he sat down the ground. എന്നിട്ട് ഗ്രൗണ്ടിലിരുന്നു. When the king had dug 2 beds, he stopped and repeated a question. 2 കുഴി കുഴിച്ചോണ്ട് അയാൾ നിർത്തിയിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചു. ഹെർമിറ്റ് ഒരു ഉത്തരവും പറഞ്ഞില്ല. stood up and stretching out his hand for spade and said, now you rest, let me work. ഇപ്പം നിങ്ങൾ റെസ്റ്റ് ചെയ്തോളൂ, ഞാൻ പണിയാം. But the king did not give the spade. രാജാവ് ആയുധം കൊടുത്തില്ല, കുഴിച്ചുകൊണ്ടിരുന്നു. 1 hour passed. 1 മണിക്കൂർ കഴിഞ്ഞു. Then another, പിന്നെയും കഴിഞ്ഞു. Sun went down behind the trees and at last the king stuck the spade in the ground. സൂര്യൻ അസ്തമിക്കാറായി. രാജാവ് എന്ത് ചെയ്തു? ആ ആയുധം താഴെ വെച്ചു. and said, I came to you wise man for answer to my question. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഉത്തരം അന്വേഷിച്ചായിരുന്നു. If you can give me no answer, tell me so and I will return home. നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റിയില്ലെങ്കിൽ പറയൂ, എനിക്ക് വീട്ടിലേക്ക് പോകണം. Here comes someone running. അപ്പോഴാണ് ആരോ വരുന്നത്. said the hermit. The king turned round and saw a bearded man. അപ്പോഴാണ് രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ താടി വെച്ച ഒരാളെ കാണുന്നത്. അദ്ദേഹം ഇങ്ങേരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹാൻഡ്സ് were pressed against his stomach. വയറ്റിൽ പ്രസ് ചെയ്തിട്ടാണ് വരുന്നത്. from which blood was flowing. കാരണം അതിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. when he reached the king he fainted and fell into the ground. രാജാവിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അയാൾ കുഴഞ്ഞിട്ട് താഴെ വീണു. The king and hermit removed the man's clothes, found a large wound in stomach. അയാളുടെ ഡ്രസ്സും അതിൽ നിന്ന് ഊരിയപ്പോൾ വലിയൊരു മുറിവാണ് വയറിൻ്റെ ഭാഗത്ത് കണ്ടത്. The king washed and covered it with his handkerchief. അത് കഴുകിയിട്ട് ടൗല് വെച്ചിട്ട് കെട്ടി. But the blood was not stopped flowing. ചോര നിൽക്കുന്നില്ല. The king redressed the wound until at least the bleeding stopped. ഒന്നും കൂടി അത് ഡ്രസ് ചെയ്തു കൊടുത്തു, ബ്ലഡ് നിൽക്കുന്നത് വരെ. The man felt better. അദ്ദേഹം ഭേദപ്പെട്ടു. and asked for something to drink. എന്തെങ്കിലും കുടിക്കാൻ ആവശ്യപ്പെട്ടു. The king brought fresh water and gave to him. രാജാവ് കുറച്ച് നല്ല വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. By this time the sun had set and the air was cool. ഈ സമയമാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് അന്തരീക്ഷം തണുക്കാൻ തുടങ്ങി. The king with the hermit's help carried the wounded man into hut. ആ മനുഷ്യന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ മുറിവ് പറ്റിയ ആളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കിടത്തി. laid him on ബെഡിലേക്ക് കിടത്തി. The man closed his eyes. അയാൾ കണ്ണടച്ചു. and lay quiet. നിശബ്ദനായി കിടന്നു. The king tried by his walk and the work he had done. രാജാവ് ആകെ ക്ഷീണിതനായിരിക്കുകയാണ് അല്ലേ, പണി ചെയ്തതും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിലും. lay down on the floor. നിലത്ത് കിടന്നു. and slept throughout the night. രാത്രി മൊത്തം ഉറങ്ങി.
When he awoke, it was several minutes before he could remember. അതായത് രാജാവ് എണീറ്റപ്പോഴേക്കും എന്താണ്, it was several minutes before he could remember where he was or what the strange bearded man lying on the bed was. അപ്പോൾ അദ്ദേഹത്തിന് എണീറ്റപ്പോൾ ആകെ ഒരു അമ്പരപ്പായിരുന്നു അല്ലേ, എവിടെയാണ് താന്, ആരാണ് ഈ താടി വെച്ച ആളെന്ന്. Forgive me, said the bearded man in a weak voice. എന്നോട് ക്ഷമിക്കൂ രാജാവേ എന്ന് പറഞ്ഞു. When he saw the king was awake, രാജാവ് എണീറ്റപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. I do not know you and have nothing to forgive you for, said the king. എനിക്ക് നിങ്ങളെ അറിയില്ല, പിന്നെന്തിനാ ഞാൻ നിങ്ങളോട് ക്ഷമിക്കണം. You do not know me, but I know you. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ അറിയാം. I am that enemy of yours who swore revenge on you, because you put my brother to death and seized my property. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളെ അറിയാം, കാരണം ഞാൻ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളെ വകവരുത്താൻ വേണ്ടി നോക്കിയിരുന്നു, കാരണം നിങ്ങൾ എൻ്റെ ബ്രദറിനെ എന്ത് ചെയ്തു, ടു ഡെത്ത് ആൻഡ് സീസ്ഡ് മൈ പ്രോപ്പർട്ടി, ബ്രദറിനെ കൊന്നിട്ട് എൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ എടുത്തു. ഐ ന്യൂ യു ഹാഡ് ഗോൺ അലോൺ ടു സീ ദാറ്റ് ഹെർമിറ്റ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് അയാളെ കാണാൻ പോയത് എന്ന് എനിക്ക്, വയസ്സായ വ്യക്തിയെ കാണാൻ പോയതെന്ന് എനിക്കറിയാം. ആൻഡ് ഐ മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ടു കിൽ യു ഓൺ യുവർ വേ ഹോം. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോണ വഴി നിങ്ങളെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ദ ഡേ പാസ്ഡ് ആൻഡ് യു ഡിഡ് നോട്ട് റിട്ടേൺ. ദിവസങ്ങൾ കഴിഞ്ഞു, നിങ്ങൾ തിരിച്ചു വന്നില്ല. സോ ഐ ലെഫ്റ്റ് മൈ ഹൈഡിങ് പ്ലേസ്. ഞാൻ എൻ്റെ ഒളിത്താവളം ഉപേക്ഷിച്ചു. ആൻഡ് ഐ കെയിം അപ്പോൺ യുവർ ബോഡി ഗാർഡ്. ഞാൻ നിങ്ങളുടെ ബോഡി ഗാർഡിൻ്റെ കൂടെയാണ് വന്നത്. ഹു റെക്കഗ്നൈസ്ഡ് മീ, എന്നെ തിരിച്ചറിഞ്ഞ്. ആൻഡ് വൂണ്ടഡ് മീ, അദ്ദേഹമാണ് എന്നെ ഉപദ്രവിച്ചത്. ഐ എസ്കേപ്ഡ് ഫ്രം ഹിം ബട്ട് ഐ ഷുഡ് ഹാവ് ഡൈഡ് ഇഫ് യു ഹാഡ് അഡ്രസ്ഡ് മൈ വൂൺസ്. കാരണം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു, നിങ്ങൾ എന്നെ പ്രോപ്പറായിട്ട് മുറിവ് കെട്ടി തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഐ വിഷ് ടു കിൽ യു ആൻഡ് യു ഹാവ് സേവ്ഡ് മൈ ലൈഫ്. ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നു, നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു. If I live, I will serve you as your faithful servant and will order my sons to go the same. Forgive me. ഞാനിപ്പോൾ ജീവനോടെ ഉണ്ട്, നിങ്ങൾ എന്ത് പറയുന്നതും ഞാൻ അനുസരിക്കും. പിന്നെന്താണ്, എൻ്റെ മക്കളോടും ഇതുപോലെ അനുസരണശീലമുള്ളവരാക്കും. എന്നോട് ക്ഷമിക്കുക. The king was very happy to have made peace with his enemy. രാജാവിന് ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി, കാരണം അദ്ദേഹത്തിൻ്റെ ശത്രുവിനോട് പോലും അദ്ദേഹം സൗമ്യമോടെ പെരുമാറി. ആൻഡ് ടു ഹാവ് വൺ ഹിം ഓവർ ആസ് എ ഫ്രണ്ട്, അതായത് വൺ ഹിം ആസ് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടിനെ പോലെ അദ്ദേഹത്തെ എന്താക്കി, ഫ്രണ്ടായിട്ട് നേടി. ഹി നോട്ട് ഓൺലി ഫോർഗീവ് ഹിം ബട്ട് സെഡ് ഹി വുഡ് സെൻഡ് ഹിസ് ഇത് ക്ഷമിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ he would send his servants and his own daughter to look after him. അദ്ദേഹത്തിൻ്റെ പണിക്കാരെയും ഡോക്ടറെയും എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. promised to give back the man his property. അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ അദ്ദേഹത്തിന് തിരിച്ചു നൽകാനും ആജ്ഞാപിച്ചു. leaving the wounded man, the king went out of the hut. ആ മുറിവുള്ള ആളെ സ്വതന്ത്രമായി വിട്ട ശേഷം രാജാവ് എവിടേക്ക് പോയി? went out of the hut and looked around to the hermit. Before going away, he wished once more to get answers. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലെ വയസ്സായ വ്യക്തിയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്നാൽ തിരിച്ചു പോണ മുമ്പ് ഒന്നും കൂടെ ആ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചു. ഹെർമിറ്റ് വാസ് ഓൺ ഹിസ് നീസ് സോയിങ് സീഡ്സ് ഇൻ ദ ബെഡ്സ്. അതായത് മുട്ടുകുത്തിയിട്ട് വിത്ത് പാകുകയായിരുന്നു. ഹി ഹാഡ് ബീൻ ഡഗ് ദ ഡേ ബിഫോർ. ഒരു ദിവസം മുമ്പ് കുഴിച്ചിട്ട് അവിടെ വിത്ത് പാകുകയായിരുന്നു. കിങ് വെന്റ് അപ്പ് ടു ഹെർമിറ്റ് ആൻഡ് സെഡ്, For the last time, I beg you to answer my question. അവസാനമായിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ചോദിക്കുകയാണ്. You had already been answered. അത് നേരത്തെ പറഞ്ഞതാണല്ലോ. said the hermit, still bending down to the. താഴെ കുനിഞ്ഞിട്ടാണ് ആ വയസ്സായ ആള് ഇതൊക്കെ പറയുന്നത്. stood before him, looking up at the king as he stood before him. How have I been answered? What do you mean? എങ്ങനെയാണത് ഉത്തരമായത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? Do you not see? Replied the hermit. If you had not pitied my weakness yesterday and had not dug these beds for me, you would have gone away. Then that man would have attacked you and would have wished you had stayed with me. അതായത് ഇന്നലെ നിങ്ങൾ എൻ്റെ ക്ഷീണം കണ്ടിട്ടാണ് എനിക്ക് കുഴിയെടുത്ത് തന്നതും എൻ്റെ കൂടെ ഇരുന്നതും. അതില്ലാതിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളെ അറ്റാക്ക് ചെയ്തിട്ട് you would have wished you had stayed with me. Important time was when you were digging the beds and I was the most important person.
നിങ്ങൾ കുഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആൾ. ആൻഡ് ടു ഡു മീ ഗുഡ് വാസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസ്. എനിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നായിരുന്നു നിങ്ങളുടെ പ്രഥമ ലക്ഷ്യം. ആഫ്റ്റർവേർഡ്സ് വെൻ ദ മാൻ റാൻ ടു എസ്, അതിനുശേഷം ആ മുറിവുള്ള ആൾ നമ്മളുടെ അടുത്തേക്ക് വന്നപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം വാസ് വെൻ യു വെർ കെയറിങ് ഫോർ ഹിം. നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആ മുറിവ് പറ്റ ആളെ സഹായിക്കുക എന്നതാണ്. ബിക്കോസ് ഇഫ് യു ഹാഡ് നോട്ട് ഡ്രസ്ഡ് ഹിസ് വൂണ്ട് ഹി വുഡ് ഹാവ് ഡൈഡ്. നിങ്ങൾ അദ്ദേഹത്തെ മുറിവ് കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും. വിത്തൗട്ട് ഹാവിങ് മെയ്ഡ് പീസ് വിത്ത് യു, നിങ്ങളുമായിട്ട് ഒത്തുപോവാതെ, അതായത് ചെയ്ത പാപങ്ങളൊന്നും പറയാതെ മരിച്ചു പോയിട്ടുണ്ടാവും. സോ ഹി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാൻ ആൻഡ് വെൻ യു ഡിഡ് ഫോർ ഹിം വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. റിമെമ്പർ ദാൻ ദർ ഈസ് ഓൺലി വൺ ടൈം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ടൈം ഈസ് നൗ. ഒരു സമയം മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ഇപ്പോൾ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ടൈം വി ഹാവ് എനി പവർ ടു ആക്ട്. ആ സമയത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശക്തി ലഭിക്കുന്നത്. മോസ്റ്റ് നെസസറി പേഴ്സൺ ഈസ് എ പേഴ്സൺ യു ആർ വിത്ത് എ പെർട്ടിക്കുലർ മൂമെൻറ്റ്. അപ്പോൾ ഏറ്റവും നെസസറി എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ മൊമെൻറ്റിലുള്ള the most necessary person is the person you are at a particular moment. For no one knows what will happen in the future. അതായത് എന്താണ് ഭാവിയിൽ നടക്കണേ എന്നുള്ളത് അറിയില്ല. ആൻഡ് വെദർ വി വിൽ മീറ്റ് എനിവൺ എൽസ്, ഭാവിയിൽ നമ്മൾ ആരെങ്കിലും കാണുമോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ഇസ് ടു ഡു ദാറ്റ് പേഴ്സൺ ഗുഡ്. നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക. ബിക്കോസ് വി വർ സെൻറ്റ് ഇൻ ടു ദിസ് വേൾഡ് ഫോർ ദ പർപ്പസ് ഓൺലി. നല്ലത് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്. The story by Leo Tolstoy is already retold. Okay, then next is about the poem The Squirrel. You may have seen a squirrel sitting in the ground eating a nut. ഒരു നട്ട് തിന്നിട്ട് കടലയിൽ കഴിച്ചിട്ട് ഒരു സ്ക്യൂരൽ അണ്ണാൻ അവിടെ ഇരിക്കുന്നു. What did it look like? എന്തുപോലെ അത് തോന്നുന്നത്? Here is a poet description of just a squirrel. He wore a question mark for tail, an overcoat of grey. He sat up straight to eat a nut. ടെയിലിൻ്റെ അവിടെ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് ഉള്ളത് അല്ലേ. സാറ്റ് അപ്പ് സ്ട്രേറ്റ് ടു ഈറ്റ് എ നട്ട്, നേരെ ഇരുന്നിട്ട് കടല കഴിക്കുകയാണ്. ലൈക്ക് ടു ടീസ് ആൻഡ് പ്ലേ. ആൻഡ് ഇഫ് ഹി റാൻ അബൌട്ട് ഹിസ് ട്രീ, മരത്തിൻ്റെ ചുറ്റും നടക്കുകയാണെങ്കിൽ ഹി വെൻ ദ അതർ വേ. Mildred Bowers Armstrong is the author of this poem. So that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.